മലബാറിൽ മഴ കുറഞ്ഞെങ്കിലും ദുരിതമൊഴിയാതെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ വീട്ടിൽ നിന്നും വെള്ളമിറങ്ങിയെങ്കിലും വീട്ടിൽ ഒലിച്ചെത്തിയ ചെളിയും മണ്ണും നീക്കം ചെയ്യാൻ പ്രയാസപ്പെടുകയാണ് ദുരന്തബാധിതർ. ആശങ്കയോടെയാണ് പലരും വീടുകളിൽ തിരിച്ചെത്തിയത്. ചെളിയും മണ്ണും നീക്കം ചെയ്തെങ്കിലും പകർച്ചവ്യാധി ഭയത്തിലാണ് വീട്ടുകാർ. വിവരങ്ങളുമായി സരീഷ് PK ചേരുകയാണ്. സരീഷ്, ഇതിപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിലൊക്കെ ജീവിച്ചവരാണെങ്കിൽ വീണ്ടും ഒരു ജീവിതം തുടരുന്ന അല്ലെങ്കിൽ വീണ്ടും എല്ലാം സ്വരുക്കൂട്ടി ഒന്നിച്ചു വെക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും. ആ സമയത്താണ് വീണ്ടും ഈ മഴ ഇത്തരം ആളുകളെയൊക്കെ ഇങ്ങനെയുള്ള ഭയത്തിലൊക്കെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. 2018-ലും 2019-ലും പ്രളയ സമാനമായ ഒരു സാഹചര്യത്തിൽ പ്രളയം എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. അതിന് സമാനമായൊരു സാഹചര്യത്തിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലും കോഴിക്കോടും മലബാറും ഒക്കെ എത്തിയിരുന്നത്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ഇന്നലെ മുതൽ ഈ മലബാറിൽ വ്യാപകമായി മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയോടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പുഴകളിൽ ജലനിരപ്പ് കുറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ റോഡിലെ വെള്ളക്കെട്ടുകളും അതോടൊപ്പം തന്നെ വീടുകളിൽ ഉള്ളിൽ കയറിയ വെള്ളവും ഒക്കെ വലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ക്യാമ്പുകളിലും അതോടൊപ്പം തന്നെ ബന്ധുവീടുകളിലും കഴിഞ്ഞവരൊക്കെ തിരിച്ചുപോയത്. പക്ഷേ അവർ വീടുകളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആകെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു. കാരണം ഈ പുഴകളിൽ നിന്നും തോടുകളിൽ നിന്നുമൊക്കെ ചെളിയും മണ്ണുമാണ് അവരുടെ വീടുകളിലേക്കൊക്കെ തന്നെ ഒലിച്ചെത്തിയത്. ഫർണിച്ചറുകൾ ഉൾപ്പെടെ പാടെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു രാത്രിയിൽ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ വെള്ളക്കെട്ട് മുഴുവനായി രൂപപ്പെട്ടൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ എടുക്കാതെ വെറും കൈയോടെ ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നവരാണ്. അവർ തിരിച്ചെത്തുമ്പോൾ മുറിയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വീടുകളിൽ മുഴുവനായി ചെളിയും മണ്ണുമായിരുന്നു. അത് നീക്കം ചെയ്താണ് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചവർ കയറിയത്. പക്ഷേ ഇപ്പോഴും അവരെ ആശങ്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ നിന്നും വെള്ളം പൂർണ്ണമായി ഇറങ്ങിയെങ്കിൽ പോലും പരിസരത്ത് ഇപ്പോഴും വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ്. മുറ്റത്ത് പോലും, അതായത് വീടിനകത്തേക്കില്ലെങ്കിൽ പോലും മുറ്റത്ത് പോലും വെള്ളം കെട്ടി നടക്കുന്ന വീടുകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇനി ഏതെങ്കിലും രീതിയിലുള്ള പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക അവരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. നേരത്തെ തന്നെ ക്യാമ്പുകളിൽ ഉള്ള പ്രശ്നങ്ങളും ക്യാമ്പുകളിൽ മതിയായ ആഹാരം ലഭിക്കാത്തത് പോലും ഒക്കെ ചർച്ചയായതാണ്. സാധാരണഗതിയിൽ 2018-ലും 2019-ലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് രക്ഷാപ്രവർത്തകരെത്തുന്നു, അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നു, അവിടെ മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്നു. അതിനുശേഷം വീട് വൃത്തിയാക്കി ശുചീകരണം കഴിഞ്ഞതിന് ശേഷം ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ക്യാമ്പുകളിലുള്ളവരെയൊക്കെ തിരിച്ച് വീടുകളിലേക്ക് അയച്ചത്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല. ആളുകൾ തിരിച്ച് വീടുകളിലേക്ക് എത്തി, അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തി അവർ തന്നെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ആദ്യഘട്ടത്തിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ പോലും അവർക്കുണ്ടായിരുന്നില്ല. പലരും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട്. വീണ്ടും പലരും വാങ്ങിച്ചതിന് ശേഷമാണ് തിരിച്ച് വീടുകളിലേക്ക് എത്തിയത്. ഇപ്പോൾ അവരെ ആശങ്കപ്പെടുത്തുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചെളിയും മണ്ണും പുതിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും രീതിയിൽ പകർച്ചവ്യാധി ഉണ്ടാകുമോ എന്ന ആശങ്ക ഇപ്പോഴും ഉണ്ട്. എന്തായാലും ആരോഗ്യ വിഭാഗം ഈ മേഖലകളിൽ വ്യാപകമായ ഒരു പരിശോധന നടത്തണം, ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തണം എന്നൊരു ആവശ്യമാണ്. എന്തായാലും ആരോഗ്യ വിഭാഗത്തിന്റെയും പരിശോധന അത്യാവശ്യമാണ്. വിവരങ്ങളാണ് സരീഷ് PK നൽകിയത്.